കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധി വീട്ടിലില്ലെന്ന് സൂര്യ വിളിച്ചറിയിച്ചതനുസരിച്ച് റൂമിൽ പോയി നോക്കുന്ന അരുണും സാന്ദ്രയും അവൾ അവിടെ ഇല്ലെന്ന് കാണുന്നുണ്ട്. അരുൺ അങ്കലാപ്പോടെ അച്ഛനെ വിളിക്കാനായി പോകുമ്പോഴേക്കും സാന്ദ്ര നിധി എഴുതി വെച്ച ലെറ്റർ കാണുന്നുണ്ട്. അരുൺ അച്ഛൻ്റെ റൂമിൻ്റെ ഡോറിൽ തട്ടി വിളിക്കുമ്പോഴേക്കും അവർ എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്താടാ, എന്തിനാ ഇങ്ങനെ കൂവി വിളിക്കുന്നതെന്ന് രാജീവ് ചോദിക്കുമ്പോൾ അച്ഛാ, നിധിയെ കാണുന്നില്ലെന്ന് അരുൺ പറയുന്നുണ്ട്. കാണാനില്ലെന്നോ? അവൾ എങ്ങോട്ട് പോവാൻ? ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് രാജീവ് പറയുമ്പോൾ ഞാൻ എല്ലായിടത്തും നോക്കി അച്ഛാ, അവളെ ഫോണും സ്വിച്ച് ഓഫാ എന്ന് അരുൺ പറയുമ്പോഴേക്കും അരുണേട്ടെന്നും വിളിച്ച് സാന്ദ്ര അങ്ങോട്ടെത്തുന്നുണ്ട്. നിധിയുടെ മുറിയിൽ നിന്ന് കിട്ടിയതെന്നും പറഞ്ഞ് അവൾ ആ ലെറ്റർ അരുണെ ഏൽപ്പിക്കുന്നുണ്ട്. അരുൺ അത് വായിച്ചു നോക്കിക്കൊണ്ട് ആ ലെറ്റർ രാജീവിന് കൊടുക്കുന്നുണ്ട്. ഹേമയും ആ ലെറ്റർ വാങ്ങിക്കൊണ്ട് അയ്യോ ചതിച്ചോ ദൈവമേ, അവൾ നമ്മളെ ചതിച്ചല്ലോ രാജീവേട്ടാ, നമ്മുടെ നെഞ്ചിൽ തീകോരിയിട്ടിട്ടാണല്ലോ അവൾ പോയത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. സൂര്യ അപ്പോഴും അരുണിന്റെ മൊബൈലിലേക്ക് നിർത്താതെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അരുണും ആകെ ടെൻഷനോടെ ആ കോൾ കട്ട് ചെയ്തുകൊണ്ട് അച്ഛാ. സൂര്യ അവളെ ഫോണിൽ വിളിച്ചപ്പോൾ അവളെന്തോ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അതിനിടയിൽ വണ്ടിയുടെ ഹോൺ കേട്ടുത്രേ. അപ്പോഴാ എന്നെ വിളിച്ച് അവളുടെ മുറിയിൽ നോക്കാൻ പറഞ്ഞത് എന്ന് രാജീവിനോടായി പറയുന്നുണ്ട്. രാജീവ് അത് കേട്ട് നിധിയുടെ റൂമിലേക്ക് ഓടുമ്പോഴേക്കും അരുണും പുറകെ ചെല്ലുന്നുണ്ട്. അദ്ദേഹം ചെന്ന് അലമാരയെല്ലാം തുറന്നു നോക്കിക്കൊണ്ട് അവളെ ഡ്രസ്സെല്ലാം എടുത്തിട്ടാ പോയത്. നീ ആ CCTV ചെക്ക് ചെയ്യേ, അവൾ എവിടെ പോയെന്ന് അറിയാലോന്ന് രാജീവ് പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് അരുണും പോകുന്നുണ്ട്. അവർ CCTV റൂമിൽ ചെന്ന് നോക്കുമ്പോഴേക്കും അവിടുത്തെ പ്ലഗ് എല്ലാം ഊരിയിട്ട നിലയിലായിരുന്നു. അവിടെ സാന്ദ്രയുടെ അമ്മ ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് കരച്ചിലോട് കരച്ചിൽ തന്നെ. അരികെ ഇരുന്ന് സാന്ദ്രയും അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മേ, കരയാതിരിക്കമ്മേ എന്ന് സാന്ദ്ര പറയുന്നുണ്ടെങ്കിലും ഞാൻ എങ്ങനെ കരയാതിരിക്കും മോളെ, നേരം വെളുക്കുമ്പോൾ വന്നു കയറുന്നവരോട് ഞാൻ എന്തോ പറയും എന്ന് കരഞ്ഞുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ എവിടെ പോയിട്ടുണ്ടാവുമെന്ന് രാജീവനും ആലോചനയോടെ നിൽപ്പുണ്ട്. അവിടെ സുധീഷിന്റെ കൂടെ യാത്രയിലായിരുന്നു നിധി. നിധി സുധീഷിനോടായി പറയുന്നുണ്ട്, ഇങ്ങനെയൊരു ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്നും എനിക്കെൻ്റെ കുടുംബമായിരുന്നു വലുത്. അച്ഛനോടും അമ്മയോടും വീട്ടുകാരോടും കൂടി ഇരിക്കുന്നതാ എനിക്കെന്നും സന്തോഷം. പക്ഷെ ഇപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളെ എൻ്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. മാസ്റ്റേഴ്സ് കിട്ടി, വലിയ ജോലിയെല്ലാം കിട്ടി, സ്വന്തമായിട്ടൊരു സ്ഥാപനം ആരംഭിച്ച് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്ത് വീട്ടുകാരോടൊപ്പം തന്നെ ജീവിക്കണമെന്നായിരുന്നു എൻ്റെ സ്വപ്നം. ഇനിയൊന്നും നടക്കില്ല. കണ്ടില്ലേ, ഒരു രാത്രി വീട്ടുകാരെ പറ്റിച്ച് ആരോടും പറയാതെ രക്ഷപ്പെടേണ്ടി വന്നത് എന്നവൾ ടെൻഷനോടെ പറയുമ്പോൾ എടോ വീട്, ഇങ്ങനെ ഓവറായിട്ട് ആലോചിക്കല്ലേന്ന് സുധീഷും പറയുന്നുണ്ട്. ദേ, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതും നല്ലതിന്, അങ്ങനെ വിചാരിക്കടോ എന്ന് സുധീഷ് അവളെ ആശ്വസിപ്പിക്കുമ്പോൾ അച്ഛൻ എന്നെ എങ്ങനെയൊക്കെയോ വളർത്തിയെന്നറിയോ, എന്ത് ചോദിച്ചാലും ആ നിമിഷം കൺമുന്നിലുണ്ടാവും. എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്തു തരുമായിരുന്നു. അവരുടെ കൂടെ ഞാൻ ഉണ്ടാവണമെന്ന നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കല്യാണക്കാര്യം വന്നപ്പോൾ ഇങ്ങനെയൊരു സൈക്കോയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് നിധി കരച്ചിലോടെ പറയുമ്പോഴേക്കും എടോ താൻ അത് വിടെന്ന് സുധീഷ് വീണ്ടും പറയുന്നുണ്ട്. എങ്ങനെ വിടാൻ? അയാളെ കണ്ട മാത്രയിൽ എനിക്ക് മനസ്സിലായത്. എന്താ എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവാത്തത്? 10 മിനിറ്റ് സംസാരിച്ച ഉടനെ റിജക്റ്റ് ചെയ്യേണ്ട ആളല്ലേ അയാള്. എന്തായാലും ഇനി എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവും അയാളെ ഇഷ്ടമല്ലാന്ന് ഞാൻ എത്ര സീരിയസ് ആയിട്ടാ പറഞ്ഞതെന്ന്. എൻ്റെ വീട്ടുകാർക്ക് അതു തന്നെ വേണം, അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നിധിയും സ്വയം ആശ്വസിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ അരുൺ ചെന്ന് സുധീഷിന്റെ റൂമെല്ലാം തുറന്ന് സുധീഷിനെ വിളിക്കുന്നുണ്ട്. അവിടെയൊന്നും അവനെ കാണാഞ്ഞ് ഇവൻ ഇതെവിടെ പോയതാണാവോ എന്നും പറഞ്ഞ് അരുൺ ഓടി രാജീവിന്റെ അടുത്തെത്തുന്നുണ്ട്. ഹേമ അപ്പോഴും കരച്ചിലൂടെ പറയുന്നുണ്ട്, എവിടേക്കാണാവോ എൻ്റെ കുട്ടി ഇറങ്ങിപ്പോയത്, ഇനി എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കോ എൻ്റെ ഈശ്വര, എനിക്ക് മേലാസകലം തളർന്നിട്ട് വയ്യ മോളെ എന്ന് പറഞ്ഞവർ പൊട്ടിക്കരയുമ്പോഴേക്കും അമ്മ സമാധാനിക്ക്, ഒന്നും സംഭവിക്കില്ലെന്ന് സാന്ദ്രയും അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്റെ സമാധാനം എന്നേക്കുമായിട്ട് പോയി മോളെ എന്നവർ പറയുമ്പോഴേക്കും അരുണും രാജീവിന്റെ അരികിലേക്ക് ഓടിയെത്തി. അച്ഛാ, മുറിയിൽ സുധീഷ് ഇല്ല, അവന്റെ ബാഗുമില്ലെന്ന് പറയുമ്പോഴേക്കും ഈ സമയത്ത് അവൻ എവിടെ പോയി തുലഞ്ഞു എന്ന് രാജീവും പറയുന്നുണ്ട്. ഇനി അവന്റെ കൂടെ ആയിരിക്കുമോ നിധി പോയത് എന്ന് സാന്ദ്ര സംശയത്തോടെ പറയുമ്പോഴേക്കും അതിന് എല്ലാ വണ്ടികളും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് രാജീവും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്കിളെന്ന് വിളിച്ചോണ്ട് സൂര്യയും അങ്ങോട്ടെത്തുന്നുണ്ട്. എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നേ? ഒരാളും കോളെടുക്കുന്നില്ല. അവൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ? അരുൺ, കാര്യം പറ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് അങ്കിൾ, അവൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട്. രാജീവും പതർച്ചയോടെ എന്തു പറയണമെന്നറിയാതെ നിൽക്കുമ്പോഴേക്കും മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. അവൾ സംസാരിക്കുമ്പോൾ വണ്ടിയുടെ ഹോണും ശബ്ദവുമെല്ലാം കേട്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. നാളെ നിശ്ചയവും 2 നാൾ കഴിഞ്ഞ കല്യാണവും നടക്കാനുള്ളതാ. ഈ സമയത്ത് അവൾ എവിടേക്ക് ഇറങ്ങിപ്പോയത്? അങ്കിൾ ഇതിനുത്തരം തന്നേ തീരൂ. അവളെ പുറത്ത് കറങ്ങി തിരിയാൻ വിട്ടിട്ട് നിങ്ങൾ എന്ത് നോക്കി ഇരിക്കുക ഇവിടെ എന്ന് ഹേമയുടെ നേരെയും സൂര്യ ഒച്ചവെക്കുന്നുണ്ട്. ഫോണിലൂടെ അവൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞെന്നറിയോ?
ഈ കല്യാണം നടക്കില്ല. ഇതിലും നല്ലത് അവൾ പൊട്ടക്കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതാണെന്ന്. എന്താ ഇത്? എന്തൊക്കെ ഇതൊക്കെ? ആരോടാണ് അവൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്നറിയോ എന്ന് ദേഷ്യത്തോടെ ചോദിച്ച് തിരിയുമ്പോഴാണ് ഹേമയുടെ കയ്യിലിരിക്കുന്ന ലെറ്റർ അവൻ കാണുന്നത്. അവന്റെ നോട്ടം കണ്ട് ഹേമ ആ ലെറ്റർ ഒളിപ്പിക്കുമ്പോഴേക്കും സൂര്യ അങ്ങോട്ട് വന്ന് എന്താ ആൻറ്റി അത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തുവാ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? ഇങ്ങത്താ എന്നൊക്കെ സൂര്യ പറയുന്നുണ്ടെങ്കിലും ഹേമ ടെൻഷനോടെ അവനെ നോക്കി ഇരിക്കണ കണ്ട് താ ആൻറ്റി, ഇങ്ങ് തരാൻ ആൻറ്റി പ്ലീസ് എന്നവൻ ഒച്ച വയ്ക്കുമ്പോഴേക്കും ഹേമയും പേടിയോടെ ആ ലെറ്റർ അവന് കൊടുക്കുന്നുണ്ട്. അവൻ ആ ലെറ്റർ വാങ്ങി വായിച്ചുകൊണ്ട് ആകെ ദേഷ്യത്തോടെ രാജീവിന്റെ അടുത്ത് ചെന്ന് എന്താ ഇതെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട്. അരുൺ, പെങ്ങള് കാണിച്ചു വെച്ചതിന് മറുപടിയില്ലേ? അവൾക്ക് ഡ്രൈവിംഗ് അറിയില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പിന്നെ അവൾ ആരുടെ കൂടെയാ പോയത്? നോക്ക്, വേഗം CCTV നോക്ക് അരുൺ, വേഗം CCTV നോക്ക് എന്ന് സൂര്യ പറയുമ്പോഴേക്കും അത് ഓഫ് ചെയ്തു വെച്ചിട്ടാ അവൾ പോയതെന്ന് അരുണും പറയുന്നുണ്ട്. അത് കേൾക്കെ സൂര്യ വീണ്ടും ദേഷ്യത്തോടെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ കല്യാണം നടക്കണം. ഇന്ന് വെളുക്കുന്നതിന് മുമ്പ് അവൾ ഈ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കണം. പറഞ്ഞുറപ്പിച്ചതുപോലെ നിശ്ചയം, കല്യാണം, റിസപ്ഷൻ എല്ലാം നടക്കണം എന്ന് പറഞ്ഞ് സൂര്യ ഭ്രാന്ത് പിടിച്ച പോലെ നിൽക്കുമ്പോഴേക്കും രാജീവ് അവന്റെ അടുത്തേക്ക് വന്ന് സൂര്യ, ടെൻഷൻ ആവല്ലേ, ഇന്ന് പുലരും മുമ്പ് അവൾ ഈ വീട്ടിൽ എത്തിയിരിക്കും, ഞാൻ എത്തിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അരുണിനോട് വണ്ടി എടുക്കാനായി പറഞ്ഞുകൊണ്ട് രാജീവ് പുറത്തോട്ട് പോകുന്നുണ്ട്. ആകെ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് സൂര്യയും ആ ലെറ്റർ ടീപ്പോയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് സുധീഷിന്റെ വണ്ടിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന നിധിയാണ് കാണുന്നത്. അത് കണ്ട് താനെന്താ പ്രാർത്ഥിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ലാതെ തിരുവനന്തപുരത്ത് എത്തണമെന്ന്, ഏതെങ്കിലും വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ ചെന്ന് നിൽക്കാൻ പറ്റണമെന്ന്, ഞാൻ കല്യാണം വേണ്ടെന്ന് വെച്ച് ഇറങ്ങി പോകുന്നോണ്ട് അച്ഛനും അമ്മയ്ക്കും ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് എന്നൊക്കെ നിധി പറയുമ്പോൾ ഇയാളുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അവരുടെ കൈ കിട്ടിയാൽ നമുക്കാണ് പ്രശ്നം. പ്രത്യേകിച്ചും എനിക്ക്. തൻ്റെ ആങ്ങളെയും കെട്ടാൻ പോണ ആ സൈക്കോയും കൂടി ചേർന്നേ എന്നെ ശരിക്കും പഞ്ഞിക്കിടും. പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ലാട്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ നമ്മളെങ്ങോട്ടാ പോകുന്നതെന്ന് അവർക്കറിയില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കുമെന്ന് നിധിയും പറയുന്നുണ്ട്. അതാ ഞാൻ ഹൈവേ വഴി എടുക്കാതിരുന്നത്. ഈ ഊട് വഴികളിലൂടെ ചുറ്റിത്തിരിഞ്ഞു പോകുമ്പോൾ ആരുടെയും കണ്ണിൽപ്പെടാതെ രാവിലെ സുരക്ഷിതമായി ചെന്നെത്താം എന്ന് സുധീഷ് പറയുമ്പോൾ അമ്പരപ്പോടെ രാവിലെയോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതല്ലേ നല്ലത്, ഹോസ്റ്റലിൽ മുറിയെടുക്കണമെങ്കിൽ തന്നെ നേരം വെളുക്കണ്ടേ എന്ന് സുധീഷ് പറയുമ്പോൾ എനിക്ക് പേടി അച്ഛൻ എന്തെങ്കിലും വരുമോന്നാ എന്ന് നിധിയും പറയുന്നുണ്ട്. അച്ഛൻ എന്തു വരാൻ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ടെൻഷൻ കാരണം വല്ല അറ്റാക്കും വന്നാ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഈ ലോകത്തെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ആദ്യത്തെ പെൺകുട്ടിയൊന്നുമല്ല താൻ. മുമ്പും പലരും പോയിട്ടുണ്ട്. അവരുടെയൊക്കെ അച്ഛന്മാർക്കെല്ലാം അറ്റാക്ക് വന്നിട്ടുണ്ടോ പറ എന്ന് സുധീഷും. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതെ, ഇയാളുടെ അച്ഛൻ മാത്രമാണല്ലോ ആദ്യമായി ഒരു പെൺകുട്ടിയെ എല്ലാം കൊടുത്ത് പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വന്നത്. ബാക്കിയുള്ളവരൊക്കെ കുഞ്ഞു ജനിച്ചാലേ എടുത്ത് വെളിയിലോട്ടിടും. അതുങ്ങളെല്ലാം പിന്നെ അവിടെ കിടന്ന് തനിയെ വളരുകയാണല്ലോ ചെയ്യാ അല്ലേ എന്ന് സുധീഷ് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അതിഷ്ടമാകാതെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരു പാവം പോലെ ആയിരുന്നല്ലോ, ഇപ്പോൾ വലിയ വാചകമടിക്കാനൊക്കെ തുടങ്ങിയല്ലോ. ഒരു പാവമാണെന്ന് കരുതിയിട്ടാ ഞാൻ വിശ്വസിച്ച് കൊണ്ടുവിടാൻ പറഞ്ഞത് എന്ന് നിധി പറയുമ്പോൾ ശരി, സമ്മതിച്ചു. ഇയാളുടെ അച്ഛനും അമ്മയും അരുമയായിട്ട് വളർത്തിയത് തന്നെയാ, സമ്മതിച്ചു. പക്ഷെ എന്തിനാ പറ? ഡിഗ്രിക്ക് റാങ്ക് കിട്ടിയ ഉടനെ ഒരു സൈക്കോക്ക് പിടിച്ച് കെട്ടിച്ചു കൊടുക്കാനാണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ആ പറഞ്ഞത് ശരിയാ, അവൻ ശരിക്കും ഒരു സൈക്കോ തന്നെയാ. ഇന്നലെ രാത്രി ഫോൺ എടുക്കാതിരുന്നപ്പോൾ എൻ്റെ മേട്ടത്തിയുടെയും ഫോണിലേക്ക് മൊത്തം 400 മിസ്ഡ് കോളാ അയാൾ ചെയ്തത് എന്ന് നിധി പറയുമ്പോഴേക്കും അയ്യോ എൻ്റെ അമ്മോ, 400 എന്ന് സുധീഷും അമ്പരപ്പടെ ചോദിക്കുന്നുണ്ട്. അത് എന്ന് നിധി പറയുമ്പോൾ എൻ്റെയൊക്കെ ലൈഫിലെ ഞാനൊരു പെൺകുട്ടിക്ക് 2-3 തവണയിൽ കൂടുതൽ മിസ് കോൾ ചെയ്തിട്ടേ ഇല്ല എന്ന് സുധീഷ് പറയുമ്പോൾ അയാൾ ചെയ്തുവെന്നേ എന്ന് നിധിയും പറയുന്നുണ്ട്. അതെ, പിന്നെ ഞാൻ പെൺകുട്ടികളെ 2-3 തവണ വിളിച്ചിട്ടില്ലാന്ന് ജനറലായി പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാനങ്ങനെ വിളിക്കാറൊന്നുമില്ല കേട്ടോ എന്ന് സുധീഷും പറയുന്നുണ്ട്. നിങ്ങൾ ആരെ വേണേലും വിളിച്ചോ, എപ്പോ വേണേലും വിളിച്ചോ, അതിനെനിക്കെന്താ എന്ന് നിധിയും. സുധീഷ് ചമ്മലോടെ ചിരിച്ചോണ്ട് കിട്ടിയില്ലേ, നാണം കെട്ടപ്പോ സമാധാനമായില്ലേ, നീ വെറും ഡ്രൈവറടാ, അല്ലാതെ ഒരു കണക്ഷനും നീയുമായിട്ടില്ലെന്നാ പറഞ്ഞേ എന്നൊക്കെ സുധീഷും മനസ്സിലോർക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും നാളെ നടക്കാൻ പോകുന്ന നിശ്ചയത്തെക്കുറിച്ചോർത്ത് സുഖമായിട്ട് ഉറങ്ങാവും അല്ലേ എന്ന് നിധി ടെൻഷനോടെ ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ഒന്നും ഓർക്കാതെ സുഖമായിട്ട് കെട്ടിപ്പിടിച്ചുറങ്ങായിരിക്കും എന്ന് സുധീഷും പറയുന്നുണ്ട്. അതുകൾക്ക് ദേഷ്യത്തോടെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഞാനതിന് തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ, അവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവുമല്ലേ, അതിലെന്താ തെറ്റുള്ളതെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അവരെൻ്റെ അച്ഛനും അമ്മയാ, അതോർത്ത് സംസാരിക്കണം
എന്ന് നിധി പറയുമ്പോൾ അച്ഛനെയും അമ്മയെയും അത് മാത്രമായി കാണുന്നതാണ് തെറ്റ്. അവരൊരേ സമയം ഭാര്യയും ഭർത്താവുമല്ലേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഓ പ്ലീസ്, അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ കുഴപ്പത്തിലായിരിക്കുക. ഒരു സൈക്കയുടെ അടുത്തൊന്നും രക്ഷപ്പെട്ടു വന്നിട്ട് വേറൊരു സൈക്കയുടെ അടുത്ത് വന്ന് പെട്ടെന്ന് എന്നെ കൊണ്ട് ചിന്തിപ്പിക്കരുത് എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷും അമ്പരപ്പോടെ വണ്ടി നിർത്തിക്കൊണ്ട് സൈക്കോന്നോ? ദേ, ആ ഓസ്ട്രേലിയൻ കങ്കാരുനെയും എന്നെയും ഒരേപോലെ കാണല്ലേ. എനിക്ക് ദേഷ്യം വരും. ഞാൻ അവനെ പോലെ ഒരാളൊന്നുമല്ല. അവന്റെ കയ്യിൽ നിന്ന് ഇയാളെ രക്ഷിക്കാനേ ജീവൻ പണയം വെച്ചിട്ടാ ഞാൻ ഇരിക്കുന്നത്. അത് മറക്കരുത്. അവനെ പോലെ ഞാനും സൈക്കോയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ദേ, ഞാൻ ഇയാളെ സേഫ് ആയിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു തരാം. പക്ഷേ എന്റെ സംസാരം കേട്ടിട്ട് സൈക്കോയാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ ശരിക്കും ഒരു നല്ല മനുഷ്യനാ, അത് തന്റെ മനസ്സിൽ വേണം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും സോറി പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഇനി പോവാലോന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സുധീഷ് ചിരിയോടെ വണ്ടിയെടുക്കുമ്പോഴേക്കും നിധിയും ഉറക്കം വന്ന് സീറ്റിലേക്ക് തലചായ്ക്കുന്നുണ്ട്. അവിടെ രാജീവനും അരുണും സൂര്യയും എല്ലാം നിധിയും തിരഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുക. അരുൺ കാറോടിക്കുമ്പോഴേക്കും പുറകിലിരിക്കുന്ന സൂര്യ മൊബൈലിൽ വീണ്ടും അവളെ ട്രൈ ചെയ്ത് കിട്ടാഞ്ഞേ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഡാഡിയോട് ഇനി എന്ത് പറയും? അതുപോട്ടെ മമ്മിയോട് എന്ത് പറയും? അങ്കിൾ, നാളെ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ എന്തൊരു ഷെയിമാണ്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് തലേന്ന് രാത്രി ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിന്ന് പറഞ്ഞ എന്നൊക്കെ സൂര്യ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സൂര്യ പ്ലീസ് എൻ്റെ മോളെക്കുറിച്ച് അനാവശ്യം പറയരുതെന്ന് രാജീവും പറയുന്നുണ്ട്. അവളെയും അവനെയും ഒന്നിച്ചല്ലേ കാണാതായത്? പിന്നെ ഞാൻ എന്ത് വിചാരിക്കണമെന്ന് സൂര്യയും ചോദിക്കുന്നുണ്ട്. അവരൊന്നിച്ചാ പോയതെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനൊരു കാര്യം ചെയ്യണമെങ്കിൽ അവൾക്ക് എത്രമാത്രം ധൈര്യമുണ്ടായിരിക്കണം. എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് അവളെന്നോട് പറഞ്ഞതാ. അതേടോ, ഞാൻ പുറത്തു തന്നാണ്. അത് ചോദിക്കാൻ താൻ ആരാണെന്ന്? അഹങ്കാരി. ഇനി അവനോടൊപ്പമാണ് അവള് പോയിട്ടുള്ളതെങ്കിലേ എന്റെ കയ്യിൽ അവനെ കിട്ടട്ടെ, അതോടെ തീർക്കുന്നുണ്ട് ഞാൻ. ഇങ്ങനൊക്കെ തോന്നിയ പോലെ നടക്കുന്ന പെണ്ണുങ്ങളെ പറ്റി പറയുന്നൊരു വാക്കുണ്ടല്ലോ, എന്താത്? തെറിച്ചവൾ. തനി തെറിച്ചവളെ പോലെയാണ് അവൾ പെരുമാറിയത് എന്നൊക്കെ സൂര്യ ദേഷ്യത്തോടെ പറയുന്നത് ഇഷ്ടമാവാതെ, സൂര്യ, നിങ്ങൾ സംസാരിക്കുന്നത് എന്റെ മകളെ കുറിച്ചാണ്, അത് ഓർമ്മ വേണമെന്ന് രാജീവനും പറയുന്നുണ്ട്. ആദ്യം മുതലേ അവൾക്ക് കല്യാണം വേണ്ടെന്നായിരുന്നു. പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞോണ്ടേയിരുന്നു. ഞാൻ അത് കേട്ടില്ല. അതുകൊണ്ട് കല്യാണം പേടിച്ച് അവൾ ഏതേലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി കാണും. അതിനപ്പുറമൊന്നും എന്റെ മോള് ചെയ്യില്ല, ഉറപ്പ് എന്ന് രാജീവൻ പറയുമ്പോൾ അങ്ങനെ പോകുന്നവളെ എന്തിന് CCTV ഓഫ് ചെയ്യണം? അപ്പോൾ അതിലെന്തോ കള്ളത്തരമുണ്ടെന്നല്ലേ അർത്ഥം എന്ന് സൂര്യ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാജീവും അരുണിനോടായി, അരുൺ, നമ്മുടെ വീടിന്റെ മുന്നിലെ ചർച്ചിലെ CCTV ഇല്ലേ, അച്ഛൻ മേടയിലുണ്ടാവും, അദ്ദേഹത്തെ വിളിച്ച് അതിന്റെ വിഷ്വൽസ് എന്റെ ഫോണിലേക്ക് അയച്ചു തരാൻ പറ എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ വേണോ അച്ഛാ, അവരൊക്കെ അറിയില്ലേന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിലും നാളെ നേരം വെളുക്കുമ്പോഴേ ലോകം മുഴുവൻ അറിയും എന്ന് സൂര്യ പറയുമ്പോഴേക്കും നീ വണ്ടി ഒതുക്കി അച്ഛനെ വിളിക്ക്, CCTV വിഷ്വൽസ് കണ്ടതിന് ശേഷം പോയാൽ മതി ഇനി എന്ന് രാജീവും പറയുന്നുണ്ട്. അത് കേൾക്കെ അരുണും വണ്ടി ഒതുക്കുന്നുണ്ടേ. നിധിയും വണ്ടിയിൽ കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. സുധീഷ് വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് അതിനൊത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് കേൾക്കെ നിധി ഉണർന്ന് അവനെ നോക്കുന്നത്. അവൾ ദേഷ്യത്തോടെ നോക്കിയിരിക്കണ കണ്ട് ഹലോ, ഉറങ്ങിയില്ലേ? ഒറ്റയ്ക്ക് ഓടിക്കുമ്പോളെ പാട്ട് വെച്ച് ചില്ലാവാന്ന് കരുതി എന്ന് ചിരിയോടെ പറയുന്ന കേട്ട്, പാട്ട് വെച്ച് ചില്ലായിട്ട് പോവാൻ ഇത് ടൂറാണല്ലോ എന്ന് ദേഷ്യത്തോടെ നിധിയും ചോദിക്കുന്നുണ്ട്. വേണ്ട, വെക്കുന്നില്ലെന്ന് പറഞ്ഞ് സുധീഷും പെട്ടെന്ന് തന്നെ പാട്ട് ഓഫ് ചെയ്യുന്നുണ്ടേ. CCTV വിഷ്വൽസിനായി വണ്ടി നിർത്തിയ അരുണിന്റെ ഫോണിലേക്ക് അച്ഛന്റെ കോൾ വരുന്നുണ്ട്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഓഫ് ചെയ്യുമ്പോഴേക്കും എന്താടാന്ന് രാജീവും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. കിട്ടിയില്ലേ? വിഷ്വൽസ് അയച്ചോ എന്ന് സൂര്യയും ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും വിഷ്വൽസ് അയച്ചിട്ടുണ്ടെന്ന് അരുൺ പറയുന്നുണ്ട്. അയച്ചോ? ഷോ മീ, കാണിക്കേ എന്ന് പറഞ്ഞ് സൂര്യ ആ വിഷ്വൽസ് വാങ്ങി നോക്കുന്നുണ്ട്. അതിൽ നിധി വീട്ടിൽ നിന്നിറങ്ങി ഗേറ്റ് അടച്ച് സങ്കടത്തോടെ കരഞ്ഞോണ്ട് നിൽക്കുന്നതും സുധീഷ് വന്ന് അവളോട് സംസാരിക്കുന്നതുമെല്ലാം അവർ കാണുന്നുണ്ട്. അത് കാണേ സൂര്യയും ദേഷ്യത്തോടെ, അവനെ നോക്ക്, അവൻ സംസാരിക്കുന്നത് നോക്ക്, കണ്ടോ എന്നാ വിഷ്വൽസ് നോക്കി ചോദിച്ചുകൊണ്ട്, ദാ അവൾ ഇതാ കൂടെ പോകുന്നു, ദാ നോക്ക്, ഇപ്പൊ വിശ്വാസം വന്നോ? അവൾ അവന്റെ കൂടെ ഓടിപ്പോയിന്ന് ഇപ്പൊ വിശ്വാസം വന്നോ? രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന കണ്ടില്ലേ എന്ന് സൂര്യയും അങ്കലപ്പോടെ ചോദിക്കുമ്പോ, അതുകൊണ്ട് അവന്റെ കൂടെ ഓടിപ്പോയി എന്നാണോ അതിനർത്ഥം എന്ന് രാജീവും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. പിന്നെന്താ അർത്ഥം? പാറ അങ്കിൾ, പിന്നെന്താ അർത്ഥം? കൺമുന്നിൽ ഇത്രയും കണ്ടിട്ടും മകൾ ശീലാവതിയാണെന്ന് വാദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കെന്താ തലയ്ക്ക് സുഖമില്ലെന്ന് സൂര്യ ചോദിക്കുന്നത് കേട്ട് സൂര്യ എന്ന് വിളിച്ച് അരുൺ അവനെ താക്കീത് ചെയ്യുന്നുണ്ട്. എന്റെ അച്ഛനോടാ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം എന്ന് അരുൺ പറയുമ്പോൾ, ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം അത് പറ എന്ന് സൂര്യയും ഒച്ചവെക്കുന്നുണ്ട്. വീട്ടിലെ ഡ്രൈവറുടെ കൂടെ പെങ്ങളെ ഓടിപ്പോകുമെന്ന് പേടിച്ചിട്ടാണോ ഈ കല്യാണം ഇത്ര പെട്ടെന്ന് നടത്താമെന്ന് സമ്മതിച്ചത്? പറ എന്ന് സൂര്യ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ, സൂര്യ, മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് അരുണും ഒച്ചവെക്കുന്നുണ്ട്. ഞാനാണോ മര്യാദകേട് കാണിച്ചതെന്ന് ഫൂട്ടേജ് കണ്ടതല്ലേ? നോക്ക്, അവൾക്ക് എന്നെ ഇഷ്ടമല്ല, പക്ഷേ അവനെ ഇഷ്ടമായി അല്ലേ? അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടില്ല, എന്നോട് സംസാരിക്കില്ല. ആ കാരണം കൊണ്ട് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും അല്ലേ?
എത്ര കാലമായി അവളുടെ ഈ ബന്ധം തുടങ്ങിയിട്ട്? ആദ്യം അത് കണ്ടുപിടിക്ക്. ഇന്ന് സൂര്യ പറയുമ്പോൾ അവൾ അവനെ കാണുന്നത് തന്നെ ഇന്നത്തെ ദിവസം ആ കാറ് തട്ടാൻ പോയി വഴക്കുണ്ടായപ്പോഴാ. അവള് വളർന്നതും പഠിച്ചതുമൊക്കെ ഇവിടെയല്ലേ. അവൾക്കവനെ ഒരു പരിചയവുമില്ല. അതേ, അവളെ ഞങ്ങൾക്കറിയാവുന്നതിൽ കൂടുതലൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ സൂര്യയും ചിരിയോടെ അറിയാം, നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ആരും അറിയാതെ അവൾ ഓടിപ്പോയതെന്ന് സൂര്യയും പറയുന്നുണ്ട്. അവരുടെ വഴക്ക് കണ്ട് സഹിക്കാനാവാതെ മതി നിർത്തുന്ന രാജീവും ഒച്ച വയ്ക്കുന്നുണ്ട്. അവർ തമ്മിൽ വഴക്കു നിർത്തുമ്പോഴേക്കും രാജീവ് തന്റെ മൊബൈലെടുത്ത് താൻ പറഞ്ഞേൽപ്പിച്ച ആളുകളെ വിളിച്ച് നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാം കേട്ട് ഓക്കെ പറഞ്ഞ് അവരും പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. രാജീവും അരുണിനോട് വണ്ടിയെടുക്കാൻ പറയുമ്പോഴേക്കും സൂര്യയും അവരെ തടഞ്ഞു നിർത്തി നിൽക്കെന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.